ഹലോ ഡിയേഴ്സ്, നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിലായിട്ട് നമ്മുടെ +2 അക്കൗണ്ടൻസിയുടെ മോഡൽ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെയും അതേപോലെ തന്നെ AFSന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. യെസ്, അപ്പോൾ എല്ലാവരും ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെയ്ത് നോക്കി ആൻസേഴ്സ് ഒക്കെ സെറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സെറ്റ് ആണെങ്കിൽ എല്ലാവരും ഉഷാറായിട്ടൊന്ന് നമ്പ് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷന്റെ മെയിൻ എക്സാമിന്റെ മോഡൽ 2 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മെയിൻ എക്സാമിന്റെ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് മെയിൻ എക്സാമിന്റെ അതായത് 2025 ചോദിച്ച മെയിൻ എക്സാമിന്റെ AFSന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4, അതായത് നമ്മൾ മോഡലിന്റെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ മെയിൻസിന്റെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് കമ്പ്യൂട്ടറൈസ്ഡും AFSും കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് ഡേറ്റ് ഒക്കെ എഴുതി ഫ്രഷ് ആയിട്ട് ഹെഡിങ് കൊടുക്കുക കേട്ടോ. അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. അപ്പോൾ ഞാൻ പറയാണ്, ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കും, അതിന്റെ ഓപ്ഷൻസും പറഞ്ഞുതരും. ഓപ്ഷൻസ് ഉള്ളതാണെങ്കിൽ ഓപ്ഷൻസ് പറഞ്ഞുതരും. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും നാൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒന്ന് ആലോചിച്ചൊക്കെ നോക്കി കറക്റ്റ് ആൻസേഴ്സ് പറയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? യെസ്, അപ്പൊ നമുക്കിവിടെ 60 മാർക്കിന്റെ ആണ് എക്സാം. യെസ്, അപ്പോൾ 2 hours ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ടൈം. അപ്പോൾ നിങ്ങൾ ഈ എക്സാം എഴുതുമ്പോഴും എന്ത് ചെയ്യുക, ഈ ഒരു ടൈം ലിമിറ്റിൽ, അതായത് 2 മണിക്കൂറിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം. അപ്പോഴാണ് നിങ്ങൾക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു തന്നിരിക്കുന്ന ടൈം ലിമിറ്റിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതാ നോക്കുക, നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന സെക്ഷൻ നോക്കിയാടാ. ഈ ഒരു അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡിൽ നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ദെൻ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ദെൻ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. 6 മാർക്കിന്റെ എസ്സേ എന്നുള്ള രീതിയിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് വരുന്നത് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. Then part 1 answer any 5 questions from 1 to 6 each carry 1 score എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 5 എണ്ണം മാത്രം എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. ഓരോന്നിനും ഓരോ മാർക്കായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. യെസ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് എഴുതി പോവാ. ഞാൻ അത് കഴിഞ്ഞ് ആൻസേഴ്സ് പറയുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. ലാസ്റ്റ് ടോട്ടൽ ചെയ്ത് നോക്കാം കേട്ടോ. യെസ്, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A liability not included in the books of accounts is discovered at the time of admission of a partner. Thus liability will be dash എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം, നമ്മൾ 4 ചാപ്റ്റർ ആണ് നമുക്ക് +2 അക്കൗണ്ടൻസിയിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു? ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിന്റെ 1ാമത്തെ ചാപ്റ്റർ, ദെൻ അഡ്മിഷൻ, റിട്ടയർമെന്റ് ഓർ ഡെത്ത്, ദെൻ ഡിസൊല്യൂഷൻ അല്ലെ. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ള 4 ചാപ്റ്റേഴ്സ്. അപ്പൊ ഈ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അഡ്മിഷനെ റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ദ ലൈബിലിറ്റി നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ലൈബിലിറ്റി ഈസ് ഡിസ്കവേർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിന്റെ ടൈമിൽ നമ്മൾ ഡിസ്കവർ ചെയ്യുന്ന ലൈബിലിറ്റി വിൽ ബി എന്താണ് ചെയ്യുക, ഡെബിറ്റഡ് ടു ദ റിവാലുവേഷൻ അക്കൗണ്ട് ആണോ, ക്രെഡിറ്റഡ് ടു ദ റിവാലുവേഷൻ അക്കൗണ്ട് ആണോ, അല്ലെങ്കിൽ ഡെബിറ്റഡ് ടു ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ, ഓർ ദി ക്രെഡിറ്റഡ് ടു ദി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. അപ്പൊ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത് റിവാലുവേഷൻ അക്കൗണ്ടും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓരോ ഐറ്റവും നമ്മുടെ മൈൻഡിലേക്ക് വരണം. സെയിം അതേപോലെ തന്നെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും അതിൻ്റെയും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഓരോ ഐറ്റംസും എന്ത് ചെയ്യണം, നമ്മുടെ മൈൻഡിലേക്ക് വരണം. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. എന്ത് ചെയ്യാണ് നമ്മൾ അങ്ങനെയുള്ള ഡയബറ്റീസ് ഡെബിറ്റഡ് ടു ദ റിവാലുവേഷൻ അക്കൗണ്ട്. റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ദെൻ നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദി ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ. പാർട്ട്നേഴ്സ് ലോൺ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് 1ാമത്തെ ചാപ്റ്ററിലെ പാർട്ട്നേഴ്സ് ലോണിനെ കുറിച്ച് പഠിച്ച കാര്യം എന്താണ്? 6% അല്ലെ ഓൺ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്തൊരു കമ്പനി ആണെങ്കിലും എത്ര പെർസെൻറ്റേജ് കൊടുക്കണം ലോൺ എന്നാണ് നമ്മൾ പഠിച്ചത്? 6% പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പഠിച്ചത് അല്ലേ. അപ്പൊ ഇവിടെ നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ. മക്കളെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രൂവിന് പകരം ഫാൾസ് എന്നായിരിക്കും തരുന്നത്. അപ്പോഴും നമ്മൾ കൃത്യമായിട്ട് ഓപ്ഷൻ വായിച്ചു നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. Then A നോക്കാം, it will not be allowed in the absence of partnership deed. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്തൊരു കമ്പനി ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഈസ് ഇറ്റ്
ട്രൂ ഓർ ഫോൾസ്. അത് ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ? നമുക്കറിയാം തെറ്റാണല്ലേ. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്തൊരു കമ്പനി ആണെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ പ്രൊവൈഡ് ചെയ്യേണ്ടത്? 6% ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ നോക്കാം, ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യും എന്നാണ് ബി പറയുന്നത്. ദെൻ ഓപ്ഷൻ സി, ഇറ്റ് ഈസ് അലൗഡഡ് ഓൺലി ഇഫ് ദ ഫേം ഹാസ് ദ പ്രോഫിറ്റ്. ഫേമിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താ ചെയ്യാറ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാറാണ്. വെദർ ദ ഫേം ഏൺസ് പ്രോഫിറ്റ് ഓർ ലോസ്, കമ്പനിക്ക് ലാഭമായാലും നഷ്ടമായാലും എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ലോൺ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ആൻസർ, കറക്റ്റ് ആൻസർ വരുന്ന ഏതാടാ? ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ചേ. എത്ര പേര് കറക്റ്റ് ചെയ്തു കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻസ്? യെസ്, ഓക്കെ. ദെൻ നോക്കാം, ഇഫ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ ഓഫ് എ ഫേം അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് അല്ലെ. നമ്മളിവിടെ സെക്കൻഡ് ചാപ്റ്ററിൽ ഗുഡ്വിൽ കമ്പ്യൂട്ടേഷനെ കുറിച്ച് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഗുഡ്വിൽ ഒക്കെ പഠിച്ചു പോയ കാര്യങ്ങളാണ് അല്ലെ. ഇവിടെ പറയുന്നത് if the value of goodwill of the firm under capitalization of super profit at 8% normal rate is and 1,50,000, the amount of super profit in this case will be what എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. എന്താണ് ഇവിടെ നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ് വരുന്നത്? സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇതാ നോക്കാം, 1,50,000 രൂപയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ the value of goodwill of a firm under capitalization of super profit. Super profit capitalization le goodwill value of the goodwill of the firm എന്ന് പറയുന്നത് 1,50,000 rupees at 8% normal rate ആണ് അല്ലേ. ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് അല്ലേ. അപ്പൊ ഇവിടെ നേരെ തിരിച്ച് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. സോ സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽസ് എങ്ങനെയാണ്? 1,50,000 ഇൻറ്റു റേറ്റ് ബൈ 100, 8/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 12,000 rupees. 12,000 രൂപയാണ് നമുക്കിവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആണ്. ദെൻ അടുത്ത് നോക്കാടാ, വെൻ എ പാർട്ട്ണർ റിട്ടയേഴ്സ്, ഒരു പാർട്ട്ണർ റിട്ടയർ ആവുകയാണ്, ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൽ നിന്ന് ഒരു പാർട്ട്ണർ റിട്ടയർ ആവുകയാണെങ്കിൽ എനി ലോസ് ഓൺ റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഈസ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനി ലോസ് ഓൺ റിവാലുവേഷൻ. ഓപ്ഷൻ എ നോക്കാം, debited to the remaining partner's capital account, then credited to the retiring partner's capital account, debited to the capital accounts of all partners, and option D, debited to the profit and loss account എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യും എന്നാണ് പഠിച്ചിട്ടുള്ളത്? നമ്മൾ ഡെബിറ്റ് ചെയ്യും എന്നാണ് പഠിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? Yes. Then 5th question നോക്ക. In the event of dissolution of a firm, the amount realized from the sale of assets. In the event of dissolution, ഇവിടെ ഒരു firm dissolution സംഭവിക്കുന്ന ടൈമിൽ, അത് ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് എത്തിയിട്ട് നമ്മൾ the amount realized from the sale of asset is first applied to ABC എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ABCD എന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓൾറെഡി ഞാനിവിടെ ആൻസറും കാണിച്ചിട്ടുണ്ട്. എന്താണ് വരുന്നത്? ഇറ്റ് സെറ്റിൽ ദി എക്സ്റ്റേണൽ ലയബിലിറ്റീസ് അല്ലെ. ഒരു അസറ്റ് ആദ്യം സെയിൽ ചെയ്ത് അതിൽ നിന്ന് ഫണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എക്സ്റ്റേണൽ ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗം കൊടുത്ത് തീർക്കുകയാണ് ചെയ്യുക കേട്ടോ. ദെൻ അടുത്ത് നോക്കാം, choose the correct option after considering the given statement. ഇതാണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ. നോക്കാം, ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്. കണ്ടോ, സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 എന്നുള്ള രീതിയിൽ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ 1 മാർക്ക് സെക്ഷനിൽ വെറുതെ ഇങ്ങനെ ജസ്റ്റ് വായിച്ച് നോക്കി ഓപ്ഷനിൽ എടുത്ത് എഴുതാ എന്നുള്ളത് കരുതി മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ പണി കിട്ടും. കാരണം എന്താ? കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ട് 2 സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ദി എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം ദി സെയിൽ ഓഫ് അസറ്റ്സ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം is divided among the partners in the profit sharing ratio. നോക്കി, the amount realized from the sale of assets. അസറ്റ് സെയിൽ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എപ്പോൾ കിട്ടുന്നതാണ്? ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം ഡിസൊല്യൂട്ട് ആവുന്ന സമയത്ത് അസറ്റ് വിറ്റ് കിട്ടുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്?
ഡിവൈഡഡ് എമംഗ് ദി പാർട്ട്നേഴ്സിനിടയിൽ ഡിവൈഡ് ചെയ്യും എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ ഈസ് ഷെയർഡ് എമംഗ് ദി പാർട്ട്നേഴ്സ് ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. റിയലൈസേഷനിൽ നമുക്കുണ്ടായ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഇത് പാർട്ട്നേഴ്സിന് അവരുടെ റേഷ്യോയിൽ ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. സോ എ ബി സി ഡിയില് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്, ദെൻ ബി സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഫോൾസ്, സി വരുമ്പോൾ നോക്കാം 1 ഈസ് ട്രൂ ബട്ട് 2 ഈസ് ഫോൾസ്, ദെൻ ഡി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആൻഡ് 2 ഈസ് ട്രൂ. ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ. ഒരു അസറ്റ് വിറ്റ് കിട്ടുന്ന ക്യാഷ് നമ്മൾ പാർട്ട്നേഴ്സിനിടയിലൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂല. തൊട്ട് മുന്നേ നമ്മൾ എന്താ പഠിച്ചത്? അത് ആദ്യം എക്സ്റ്റേണൽ ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്ത് സെറ്റിൽ ചെയ്യും എന്നാണ് പഠിച്ചത് അല്ലേ. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ശരിയാണ്. റിയലൈസേഷനിൽ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യോടാ? പാർട്ട്നേഴ്സിന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഷെയർ ചെയ്ത് കൊടുക്കും എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂവും. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ 1 മുതൽ 6 വരെയുള്ള 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞാൽ 1 മാർക്കിന്റെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ദെൻ എല്ലാവരും ഇവിടെ ഒരു മാർക്ക് ഇടാം. ഔട്ട് ഓഫ് 6 നിങ്ങൾ എത്ര സ്കോർ ചെയ്തു? നമ്മൾ 6 അറ്റൻഡ് ചെയ്തു. അതുകൊണ്ട് 6 എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് വേഗം ഒന്ന് എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ പോവാണ്. ആൻസർ എനി 4 ക്വസ്റ്റ്യൻ. ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്താൽ മതി. ഏതെങ്കിലും 4 എണ്ണം. ദെൻ ഫ്രം 7 to 11, 7 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 4 എണ്ണം. 2 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും കേട്ടോ. 2 മാർക്കാണ്. മാർക്ക് അനുസരിച്ച് മാത്രം ആൻസർ ചെയ്താൽ മതി. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആരും 5 മാർക്കിനും 6 മാർക്കിനൊന്നും വളരെ എക്സ്പാൻഡ് ചെയ്തൊന്നും എഴുതണ്ട. ടൈം മാനേജ് ചെയ്ത് 2 മാർക്കിൽ എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഓക്കെ, 7th question നോക്കാടാ. Shyam and Sanal are equal partners with the capitals of rupees 50,000 and 40,000. ഷ്യാമും സനലും ആണ് ഇവിടുത്തെ പാർട്ട്നേഴ്സ്. അവരുടെ ക്യാപിറ്റൽ 50,000-ഉം 40,000-ഉം ആണ്. As on April 1st, 2023. Calculate the interest on capital. ദാ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളോട് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. Then admissible to Shyam and Sanal at 10% per annum. എത്രയാണ്? 10% per annum for the year ending 31st March 2024 under the following situations. If the firm earned a profit of rupees 20,000 during the year, if the firm incurred a loss of rupees 50,000 during the year. രണ്ട് കേസ് തന്നിട്ടുണ്ട്. നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഫേം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് 20,000 രൂപയാണെങ്കിലുള്ളൊരു കേസും ദെൻ ഫേമിന് ലോസ് ആണ് 50,000 ആണെങ്കിലും എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യാം. 50,000 രൂപയാണ് ഷ്യാമിൻ്റെ. സോ 50,000 ഇൻറ്റു 10/100, 10/100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5,000 രൂപ ഷ്യാമിനും. ദെൻ വാട്ട് അബൌട്ട് സനൽ? സനലിന് എത്ര വരും? സനൽ കൊണ്ടുവരുന്നത് 40,000 റുപ്പീസ് ആണ്. ഈ 40,000 റുപ്പീസിൻ്റെ 10% ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4,000 ആണ് സനലിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 5,000-ഉം 4,000-ഉം ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ ഇഫ് ദ ഫേം ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 20,000 ഡ്യൂറിംഗ് ദ ഇയർ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി 5,000-ഉം 4,000 ആയിരിക്കും. ബട്ട് മക്കളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാടാ. ഇതൊന്ന് നോട്ട് ചെയ്തോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇഫ് ദ ഫേം ഇൻകേർഡ് എ ലോസ് ഓഫ് rupees 5,000, ഫേമിന് ആ വർഷം ലോസ് ആണ് വന്നത്, 5,000 രൂപ ലോസ് ആണ് വന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരാ? നോക്കാം. ലോസ് വരുന്ന സമയത്ത് നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് പ്രൊവൈഡഡ്. അവിടെ നമ്മൾ എന്ത് ചെയ്യില്ല? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കില്ല. ഡ്യൂ ടു ലോസ്റ്റ് ഇൻ ദ കറണ്ട് ഇയർ. ആ കറണ്ട് ഇയറിൽ ലോസ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് പെയ്ഡ് ഓൺലി ഔട്ട് ഓഫ് ദി പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ നിന്ന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്നാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2-3 പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് ഫേമിന് പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുകയുള്ളൂ. ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല? പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് എനി 2 ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷനിൽ വരുന്ന 2 മെത്തേഡാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോഴും അതിലെല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഈ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പെട്ടെന്ന് നമുക്ക് നോക്കാം. ഫിക്സഡിൽ 2 അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. വാട്ട് അബൌട്ട് ഫ്ലക്ച്വേറ്റിംഗ്? ഓൺലി 1 അക്കൗണ്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ നമ്മളോട് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ അല്ലേ. ദെൻ ഇവിടെ നോക്കാം, ഫിക്സഡിൽ യൂഷ്വലി ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിമൈൻസ് ദ സെയിം ഇയർ ആഫ്റ്റർ ഇയർ. ഇയർ ആഫ്റ്റർ ഇയർ എന്തായിരിക്കും? ക്യാപിറ്റൽ എമൗണ്ട് സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. Then adjustments like interest on capital, in drawings, interest on drawings, ഇതെല്ലാം എവിടെയാണ് കാണിക്കുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ, കറണ്ട് അക്കൗണ്ടിലാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എവിടെയാണ് കാണിക്കുക? ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കും കാണിക്കുക. Then both the current and capital account are appeared in the balance sheet. ഇവിടെ നമുക്ക് 2 അക്കൗണ്ട് വരുന്നുണ്ട്, നമ്മൾ അന്ന് പഠിച്ചു അല്ലേ. ഇവിടെ ഫിക്സഡ് ക്യാപിറ്റൽ നമുക്ക് 2 അക്കൗണ്ട് വരുന്നുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. അതുകൊണ്ട് തന്നെ അത് എവിടെ കാണിക്കും എന്നാണ് പറയുന്നത്? ആ 2 അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൽ കാണിക്കും. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗിൽ നമ്മൾ ആകെ ഒരേ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ആ ഒരു അക്കൗണ്ട് എവിടെ കാണിക്കുള്ളൂ? ബാലൻസ് ഷീറ്റിൽ കാണിക്കുള്ളൂ. ദെൻ നോക്കാം, ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദ ഡീഡ്. ഇപ്പം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? എടുത്ത് ഡീഡിൽ പറഞ്ഞിരിക്കണം. പക്ഷെ ഫ്ലക്ച്വേറ്റിംഗിൽ ഇറ്റ്സ് നോട്ട് നെസസറി, ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം, L&M are partners sharing profits and losses in the ratio of 5:3. They admitted N as a new partner for 1/10 share which he acquired equally from L&M. Calculate the new profit sharing ratio of the partners എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 പാർട്ട്നേഴ്സ് ആണുള്ളത്, എല്ലും എമ്മും. അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട് 5:3 ആണ്. എന്നിൻ്റെ ഷെയർ 1/10 ആണ്. ഈ 1/10 എനിക്ക് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നെ അക്വയർഡ് ഈക്വലി ഫ്രം എല്ലിൻ്റെ കയ്യിൽ നിന്നും എമ്മിൻ്റെ കയ്യിൽ നിന്നും ഈക്വലി ആണ് അക്വയർ ചെയ്യുന്നത്. ദ ക്വസ്റ്റൻ ഈസ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തതാണ് അല്ലേ, ഈ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. യെസ്, അപ്പോൾ എല്ലാവരും ഇവിടെ വെച്ച് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് ദെൻ എന്ത് ചെയ്യുക? ആൻസർ ചെക്ക് ചെയ്യുക കേട്ടോ. യെസ്, അപ്പോൾ ഇവിടെ നോക്കാം, കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ. ഇവിടെ ന്യൂ റേഷ്യോ ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സാക്രിഫൈസ് ബൈ എൽ, ഇവിടെ 1/10 ആണ് എന്നിൻ്റെ ന്യൂ പാർട്ട്ണറിൻ്റെ ഷെയർ എന്ന് പറയുമ്പോൾ തന്നെ ഈക്വലി ഫ്രം L&M കൊണ്ടുവന്നു, എല്ലും എമ്മും ഈക്വലി കൊടുത്തു എന്ന് പറയുമ്പോൾ 1/10ൻ്റെ ഹാഫ് അല്ലേ, 1/10 എന്ത് ചെയ്യുക? 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിട്ട് കിട്ടും? 1/20 ഈച്ച് പാർട്ട്ണർ. ഒരാൾക്ക് 1/20 എന്നുള്ളൊരു കണക്ക് കിട്ടും അല്ലേ. അതാണ് എല്ല് കൊടുക്കുന്നത് 1/20 ആണ്, ദെൻ എം കൊടുക്കുന്നതും 1/20 ആണ്. ദെൻ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിച്ചിരുന്നത്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആയിരുന്നു സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽസ് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആയിരുന്നു. ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ തിരിച്ചിടാം. ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിങ് റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? L, M, N തമ്മിലുള്ള റേഷ്യോ കിട്ടും. ദെൻ അവരുടെ ന്യൂ റേഷ്യോ വിൽ ബി 23:13:4 ആണ്. യെസ്, അപ്പോൾ നിങ്ങൾ ആ സ്റ്റെപ്പ് ഉൾപ്പെടെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് നോക്കുക. കറക്റ്റ് ഈ ആൻസർ ആണോ കിട്ടിയത്? കിട്ടിയെങ്കിൽ ഒരു വലിയ ടിക്കറ്റ് ഇട്ട് സൈഡിൽ 2 മാർക്ക് കൊടുത്തോളൂ കേട്ടോ. 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ എല്ലാവരും ടാറ്റ ആൻസർ. യെസ്, ഓക്കെ. ദെൻ നമ്മൾ 10th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. ലിസ്റ്റ് ഔട്ട് എനി 4 items ടു ബി ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിട്ടയറിംഗ് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് മാറിപ്പോകരുത്, ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഏതെങ്കിലും 4 items നിങ്ങളോട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് അറിയോ? ഇവിടെ നമുക്ക് 4 എണ്ണം മതി, 4 ഐറ്റംസ് കാണിച്ചാൽ മതി. ഏതൊക്കെയാണ് 4 ഐറ്റംസ് വരുന്നത് നോക്കാം. ഇവിടെ ഒന്നാമത്തെ ഐറ്റം വരുന്നത് ലോസ് ഓൺ റിവാലുവേഷൻ. റീവാലുവേഷനിൽ വരുന്ന ലോസ്, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് കാണിക്കും. ദെൻ ഷെയർ ഓഫ് അക്യുമുലേറ്റഡ് ലോസസ് കാണിക്കാം. ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ഉണ്ടെങ്കിൽ അത് കാണിക്കാം. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ കാണിക്കാം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 6 ഐറ്റം ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആകെ ചോദിച്ചിരിക്കുന്നത് 4 ഐറ്റം ആണ്. സോ നിങ്ങളത് 6ഉം ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. സോ 3 മാർക്കിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് സെറ്റായിട്ട് എഴുതണം. ഓക്കെ, എടി ഇവിടെ 2 മാർക്കിനാണ് 4 പോയിന്റ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 2 മാർക്കിന് 4 പോയിന്റ് എഴുതാൻ പറയുമ്പോൾ ഓരോ പോയിന്റിന് ഹാഫ് ആണ്. ദെൻ നിങ്ങളോട് 3 മാർക്കിലാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ, 3 മാർക്കിന്റെ പാർട്ടിലാണ് ചോദിക്കുന്നതെങ്കിൽ 6 പോയിന്റ് എഴുതേണ്ടി വരും. യെസ്, അപ്പം നിങ്ങൾ ഈ 6 പോയിന്റും പഠിക്കുന്നതാണ് ബെസ്റ്റ്.
ഓക്കെ, then അടുത്ത് നോക്കാം, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആർ നോട്ട് സെയിം അല്ലെ. നമുക്കറിയാം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും രണ്ടും സെയിം അല്ല, ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റീസൺ ഒന്ന് നിങ്ങളോട് ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തൊന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വർഷം പഠിച്ച ഒരു ഡിഫറൻസ് ആണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ച മറ്റൊരു ഡിഫറൻസ് ആണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. യെസ്, അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് നോക്കിയാടാ. മീനിങ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ചേഞ്ച്. അവിടെ പാർട്ട്ണർഷിപ്പിൽ ഒരു ഡിസൊല്യൂഷൻ സംഭവിക്കുമ്പോൾ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മാത്രമേ എന്ത് വരുള്ളൂ? ചേഞ്ച് സംഭവിക്കുള്ളൂ. ബട്ട് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേമിലോ ഇവിടെ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം. പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം, ഒരു ഫേമിലെ എല്ലാ പാർട്ട്നേഴ്സും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എല്ലാം അതേപോലെ തന്നെ കംസ് ടു ആൻ എൻഡ്. അവിടെ എന്ത് സംഭവിക്കും എന്ന് പറയുന്നത്? എൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ടെർമിനേഷന്റെ കേസിലോ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് എന്ത് ചെയ്യുന്നില്ല? ടെർമിനേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? ബിസിനസ് മുഴുവനായിട്ട് തന്നെ എന്ത് ചെയ്യും? നമ്മൾ ക്ലോസ് ചെയ്യും. അതേപോലെ കോർട്ടിന്റെ ഇന്റർവെൻഷൻ എങ്ങനെയാണ്? ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ കോർട്ടൊന്നും ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല, നോ ഇന്റർവെൻഷൻ ആണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ കോർട്ട് ചിലപ്പോൾ ഇന്റർവെൻ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് കോർട്ട് മേ ഇന്റർവെൻസ് ആൻഡ് ദി ഓർഡർ ഫോർ ഡിസൊല്യൂഷൻ ഓഫ് ദി ഫേം. എന്നിട്ട് എന്ത് ചെയ്യാം? കോർട്ട് ഇടപെട്ട് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേമിന് വേണമെങ്കിൽ ഓർഡർ ഇടാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പാർട്ട്ണർഷിപ്പിൽ എന്ത് സംഭവിക്കുന്നില്ല? കോർട്ട് ഇടപെടുന്നില്ല. പക്ഷെ ഡിസൊല്യൂഷനിൽ കോർട്ട് ചിലപ്പോൾ ഇടപെട്ടേക്കാം. ഇനി സെറ്റിൽമെന്റ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പില് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റീവാല്യൂഡ് ആൻഡ് ന്യൂ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ്. അസറ്റ്സും ലയബിലിറ്റീസ് എല്ലാം റീവാല്യൂ ചെയ്ത് പുതിയൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. എവിടെ? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ അല്ലേ. അസറ്റ്സും ലയബിലിറ്റീസ് എല്ലാം റീവാല്യൂ ചെയ്ത് ഒന്നുകൂടിയൊക്കെ വാല്യൂ ചെയ്തിട്ടായിരിക്കും നമ്മൾ പുതിയ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ ഇൻ കേസ് ഓഫ് ഫേം അവിടെ എൻഡ് ചെയ്തു, ബിസിനസ് എൻഡ് ചെയ്യൂ എന്ന് പറയുമ്പോൾ അസറ്റ്സ് എല്ലാം നമ്മൾ വിൽക്കും. ദെൻ ലയബിലിറ്റീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെയ്ഡ് ഓഫ് ചെയ്യും അല്ലെ. ബാലൻസ് യൂട്ടിലൈസ് ടുവേർഡ്സ് ദ സെറ്റിൽമെന്റ് ഓഫ് പാർട്ട്നേഴ്സ്. ബാലൻസ് എമൗണ്ട് വരുന്നത് നമ്മൾ എന്ത് ചെയ്യും? പാർട്ട്നേഴ്സിന്റെ സെറ്റിൽമെന്റിനായിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ്. ഇത്രയാണ് നമുക്ക് ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഫേമും തമ്മിലുള്ള രണ്ട് ഡിഫറൻസ് മതി. 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണല്ലോ. 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും 2 ഡിഫറൻസ് എഴുതിയാൽ മതി കേട്ടോ. ഇനി നമ്മൾ നേരെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ആൻസർ എനി 5 ക്വസ്റ്റ്യൻ ഫ്രം 12 to 17. 12 to 17 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 എണ്ണം അറ്റൻഡ് ചെയ്യുക. 3 മാർക്കാണ് കേട്ടോ ഓരോന്നിനും. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ അറ്റൻഡ് ചെയ്യുക. നോക്കാം. മണി എ പാർട്ട്ണർ ഇൻ എ ഫേം withdrew the following amount during the year 2022 to 23. 22-23 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയറിൽ മണി എന്ന് പറയുന്ന പാർട്ട്ണർ അയാളുടെ ഫേമിൽ നിന്ന് വിഡ്രോ ചെയ്ത ഡേറ്റ്സും അതിന്റെ എമൗണ്ടും ആണ് നിങ്ങൾക്കൂടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് അല്ലേ. നോക്കാം. മെയ് 1-ാം തീയതി, ദെൻ ജൂലൈ, നവംബർ, ഡിസംബർ, മാർച്ച് ഡേറ്റ്സ് തന്നിട്ടുണ്ട്. ദെൻ എമൗണ്ടും തന്നിട്ടുണ്ട് അല്ലേ. Calculate the amount of interest on drawings to be charged from money at 8% per annum. 8% ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. Then assume that the books of accounts are closed on 31st March every year. എല്ലാ വർഷവും 31 മാർച്ചിന് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യും എന്ന് പറയുമ്പോൾ എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എപ്പോഴാണ് ഇവിടുത്തെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്? എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്? ഫിനാൻഷ്യൽ ഇയർ വിൽ ബി April 1st അല്ലേ. April 1-ാം തീയതി മുതൽ March 31st വരെ ആയിരിക്കും. കിട്ടിയോ? April 1-ാം തീയതി മുതൽ March 31st വരെ ആയിരിക്കും ഇവിടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പഠിച്ച പോലെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അണ്ടർ പ്രോഡക്റ്റ് മെത്തേഡ് അല്ലേ. ഇവിടെ പ്രോഡക്റ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. പ്രോഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് പല ഡേറ്റ്സ് ആണ് തന്നെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? പ്രോഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യണം എന്നാണല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ എടുക്കുമ്പോൾ ഇവിടെ മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ April to March എന്നുള്ള രീതിയിൽ വേണം പീരീഡ് കമ്പ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ തിരിഞ്ഞു പോകട്ടോ. April to March എടുക്കാം. 1/5/2022 5000 രൂപയാണ് എമൗണ്ട്. പീരീഡ് എങ്ങനെ വരും? 5-ാം മാസമാണ് പറയുന്നത്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആണ് തുടങ്ങുന്നത് അല്ലേ. ഇവിടെ മെയ് ആണ് വരുന്നത്. മെയ് മാസമാണ്. മെയ് മാസം ആകുമ്പോൾ മെയ് കഴിഞ്ഞ് എണ്ണി നോക്കാം. മെയ് 1-ാം തീയതിയാണ്. അപ്പോൾ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. എത്ര മാസം വന്നൂടാ? 11 മാസമാണ് അവിടെ വരുന്നത് കേട്ടോ. എത്രയാണ്? 11 മാസമാണ് വരുന്നത്. സോ പ്രൊഡക്റ്റ് കാണാൻ എന്ത് ചെയ്യണം? ഈ 5,000-നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 55,000 കിട്ടും. ഓക്കെ, 5,000 × 11
55,000 കിട്ടും. ക്ലിയർ ആണോ? യെസ്. ദെൻ അടുത്ത് നോക്കാം 1/7/2022 നമുക്ക് 9 മാസമാണ് വരുന്നത്. ഇതേപോലെ ഓരോ മാസവും 1/7 എന്ന് പറയുമ്പോൾ ഏത് മാസമാണെന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. ദെൻ അത് വെച്ച് ഫിനാൻഷ്യൽ ഇയറിലേക്ക് കമ്പ്യൂട്ട് ചെയ്യുക. അതൊന്നും നമുക്ക് പീരീഡ് കിട്ടും. സോ 3,000 into 9 27,000 കിട്ടും. ദെൻ അടുത്ത് 30th 11 ആവുമ്പോൾ 4 months ആണ് വരുന്നത്, 24,000 കിട്ടും. ദെൻ 31st 12 ആവുമ്പോൾ 3 മാസം വരുന്നുണ്ട്, 6,000 കിട്ടും. ദെൻ 31/3 ആകുമ്പോൾ അവിടെ നമുക്ക് മാസം ഒന്നും വരുന്നില്ല അല്ലേ, എൻഡ് ആയി. സോ 3,000 into 0 വിൽ ബി 0 ആൻസർ കിട്ടും. സോ ദ ടോട്ടൽ, ഇവിടുത്തെ പ്രോഡക്റ്റിന്റെ ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? പ്രോഡക്റ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 1,12,000 രൂപയാണ്. എത്രയാണ്? 1,12,000 രൂപയാണ് നമുക്ക് ടോട്ടൽ വരുന്നത്. ഇതിന്റെ 8% പ്രൊവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 8/100. ദെൻ നമുക്ക് ഒരു മന്തിന്റെ കമ്പ്യൂട്ട് ചെയ്യാൻ മൾട്ടിപ്ലൈഡ് ബൈ 1/12 ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസർ 746.67 എന്നോ അല്ലെങ്കിൽ 747 എന്ന് എഴുതിയാലും ഓക്കെ ആണ്. സെറ്റ് ആണോ? 3 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി സിമ്പിൾ, ആരും തെറ്റിച്ച് വെക്കരുത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അജയ്, സച്ചിൻ ആൻഡ് ദ്രാവിഡ് are partners sharing profits in the ratio of 2:2:1. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 2:1:1 ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. Then their capitals as on 1st April 2023 were Ajay 1 lakh, Sachin 60,000 and Dravid okay 40,000. Then after the final accounts for the year 2023 to 24 have been prepared, it was discovered that the interest on partners capital at 10% per annum. Partners capital interest provide ചെയ്യേണ്ടത് 10% ആണ്. has not been recorded in the books of accounts. Give necessary adjusting journal entry എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മൾ ഈ വർഷം +2 അക്കൗണ്ടൻസിയിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജേണൽ എൻട്രി എഴുതാൻ ചോദിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന ഓരോ ജേണൽ എൻട്രി എന്ത് ചെയ്യണം? ഭംഗിയായിട്ട് ഇരുന്ന് എഴുതി പഠിക്കണം. എഴുതി പഠിക്കണം. മനസ്സിലാക്കി എഴുതി പഠിച്ചാലാണ് എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? അഡ്യൂലേറ്റ് ചെയ്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങളോട് അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി വരുന്നത്? ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ക്രെഡിറ്റഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. ഇവിടെ എത്ര രൂപയാണ് നമുക്ക് വരുന്നത്? ഓരോ പാർട്ട്നേഴ്സിന്റെയും ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഓരോ പാർട്ട്നേഴ്സ് 10,000 രൂപ 1,00,000 രൂപ ജി എന്ന് പറയുമ്പോൾ 1,00,000ന്റെ എത്ര ശതമാനം? 10%, 10/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000 rupees കിട്ടി. ദെൻ അടുത്ത ആൾ ആരായിരുന്നു? സച്ചിൻ ആയിരുന്നു. സച്ചിൻ 60,000 രൂപയാണ് പറയുന്നത്. സോ 60,000 into 10%, ദാറ്റ് ഈസ് ഈക്വൽ ടു 6,000 കിട്ടും. ദെൻ ഡ്രാവിഡ് 40,000 ആണ് വരുന്നത്. 40,000 into 10%, ദാറ്റ് ഈസ് ഈക്വൽ ടു 4,000. ദെൻ എത്രയാണ് ഇതിന്റെ ടോട്ടൽ കൂടി നോക്കി വെച്ചോ. ടോട്ടൽ വരുന്നത് 20,000 rupees ആണ് വരുന്നത് അല്ലേ. സോ ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ ഓരോ ഇൻട്രസ്റ്റും ഷെയർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ഓരോ പാർട്ട്നേഴ്സിനും 10,000 അജയ്, ദെൻ 6,000, ദെൻ 4,000 ആണ്. Then share of profit wrongly credited to partners capital account regarding the interest on capital. ഇവിടെ നമുക്കറിയാം ഇവരുടെ റേഷ്യോ വരുന്നത് 2:1 ആണ് റേഷ്യോ വരുന്നത് അല്ലേ. അപ്പോൾ ഈ 2:1 ഈ 20,000 രൂപ നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ച ഈ 20,000 രൂപ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ പാർട്ട്നേഴ്സിനും ഈ 20,000 രൂപ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ പാർട്ട്നേഴ്സിനും എത്ര വീതം വരും നോക്കാം. ദെൻ 20,000 അജയ്ക്ക് 2/4 കൊടുക്കുമ്പോൾ 10,000. ദെൻ സച്ചിന് 5,000 രൂപ വരുള്ളൂ അല്ലേ. ദെൻ ദ്രാവിഡിന് 5,000 വരുള്ളൂ. സച്ചിന് 1,000 രൂപ ക്രെഡിറ്റും ദെൻ ഓവർ ക്രെഡിറ്റും. ദെൻ വാട്ട് അബൌട്ട് ഡേവിഡ് 1,000 രൂപ അണ്ടർ ക്രെഡിറ്റും ആണ്. ഇങ്ങനെയാണ് നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു എഫക്റ്റിൽ നിങ്ങളോട് എഴുതാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ജേണൽ എൻട്രിയിലേക്ക് പോവാണ്. ഇവിടെ നമുക്ക് നേരെ നമ്മൾ 1,000 രൂപ ആരാണ് ക്രെഡിറ്റ് വന്നതും ആരാണ് ഡെബിറ്റ് വന്നതെന്നൊക്കെ നമ്മളിവിടെ നേരത്തെ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി അല്ലേ. ഇവിടെ 5,000 രൂപ 1,000 രൂപ ഇവിടെ നമുക്ക് 6,000 ആയിരുന്നു, പക്ഷെ 5,000 രൂപയാണ് വന്നത്. സോ ഇവിടെ 5,000 രൂപ കുറവ് വന്നു 1,000. ദെൻ ഇവിടെ 4,000 മതി, 5,000 ആണ് വന്നത്. സോ 1,000 രൂപ ഡെബിറ്റ് വന്നു അല്ലേ. ദെൻ നമ്മളവിടെ എന്ത് ചെയ്യാം?
പാർട്ട്നേഴ്സ് ക്യാപിറ്റലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഡ്രൈവിഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സച്ചിൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1000 rupees. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റഡ് റിഗാർഡിംഗ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് നരേഷനും കൊടുക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? ദെൻ നമ്മൾ വന്നിരിക്കുന്ന ഓരോ എമൗണ്ടും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് 20,000 രൂപയാണ് വന്നത്. അത് ഓരോ പാർട്ട്നേഴ്സിന് 10,000, 6,000, 4,000 എന്നുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ ഇത് പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൽ നമ്മൾ ആ നേരത്തെ കൊടുത്തിരുന്ന ഈ പറഞ്ഞ 10,000, 5,000, 5,000 പാർട്ട്നേഴ്സിലും കാണിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ എൻട്രി വരുന്നത്. എല്ലാവരും ഒന്ന് എഴുതി നോക്കാം മക്കളെ. ഒരു A+ ഓർ ലെവലിലേക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. യെസ്, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമൽ ആൻഡ് ബാലു ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:1. അമലും ബാലുവും പാർട്ട്നേഴ്സ് ആണ്. അവര് പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുന്നത് 3:1 എന്നുള്ള റേഷ്യോയിലാണ്. രാജേഷ് ഈസ് അഡ്മിറ്റഡ് ഇൻ ടു ദ ഫേം ഫോർ 1/5 ഷെയർ ഓഫ് പ്രോഫിറ്റ്. രാജേഷ് വരുന്നത് 1/5 ഷെയർ ഓഫ് പ്രോഫിറ്റ് ആയിട്ടാണ് അല്ലെ. The capitals, then Rajesh brings 30,000 has his capital. Yes, 30,000 as capital ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. The capitals of Amal and Balu after all the adjustments, എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സിന് ശേഷം അമലിന്റെയും ബാലുവിന്റെയും ക്യാപിറ്റൽസ് വരുന്നത് 85,000 രൂപ, അതേപോലെ തന്നെ 35,000 രൂപയാണ്. It is agreed that the partners capital should be adjusted according to the new profit sharing ratio. Partners capital new profit sharing ratio അനുസരിച്ച് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ എഗെയിൻ വന്നു എന്താ? ജേണൽ എൻട്രി എഴുതുക. അതാണ് ഞാൻ ഇവിടെ തുടക്കത്തിലേ പറഞ്ഞത്. ജേണൽ എൻട്രി എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നും, നമ്മൾ ഈ പഠിച്ച 4 ചാപ്റ്ററിലെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നും ജേണൽ എൻട്രി ചോദിച്ചിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കാം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് എന്നുള്ളത്. യെസ്, ജേണൽ എൻട്രി ആദ്യം ഇവിടെ വരുന്നുണ്ട്. എത്രയാണ്? ഇവിടെ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ഉൾപ്പെടെ നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ രാജേഷ് എന്ന് പറയുന്ന പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരുന്ന 30,000 രൂപയും അയാളുടെ ഷെയർ 1/5 ആണ് അല്ലെ. അപ്പൊ ഈ 30,000ന്റെ 1/5 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആകെ രാജേഷിന്റെ ക്യാപിറ്റൽ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. നമുക്ക് എന്തറിയണം? ടോട്ടൽ ക്യാപിറ്റൽ അറിഞ്ഞാലാണ് അമലിന്റെയും ബാലുവിന്റെയും ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ അത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ രാജേഷിന്റെ ക്യാപിറ്റൽ മാത്രമേ തന്നിട്ടുള്ളൂ. 30,000 രൂപയാണ് രാജേഷിന്റെ ക്യാപിറ്റൽ. ടോട്ടൽ ക്യാപിറ്റൽ കാണാൻ രാജേഷിന്റെ ഈ ക്യാപിറ്റലിനോട് കൂടി 1/5 ആണ് ഷെയർ കൊണ്ടുവരുന്നത്. അതിനെ നേരെ റെസിപ്രോക്കലാക്കി 5/1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1,50,000 ആണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ക്യാപിറ്റൽ. 1,50,000 രൂപയാണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ക്യാപിറ്റൽ. ഇതാ കണ്ടോ, ഈ 1,50,000 രൂപേനെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എത്രയാണ്? 3:1 ആണ്. ദെൻ 3:1:1 എന്നുള്ള രീതിയിൽ 3 പാർട്ട്ണറെയും കൂടി ചേർത്ത് 3:1:1 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? അമലിന് 1,50,000 രൂപയുടെ 3/5 കൊടുക്കുക. ദെൻ 90,000 കിട്ടും. അപ്പൊ അമലിന് ഇവിടെ എത്രയായിരുന്നു അമലിന്റെ ക്യാപിറ്റൽ? ക്വസ്റ്റനിൽ നോക്കാം. അമല് 85,000ഉം ദെൻ ബാലു 35,000ഉം ആണ് പറഞ്ഞത് അല്ലെ. അപ്പൊ അമലിന് ഇവിടെ 90,000, 85,000 ആയിരുന്നു ക്യാപിറ്റൽ. 5,000 രൂപയുടെ ഷോർട്ടേജ് വന്നു അല്ലെ. 90,000 ഉണ്ട് നമുക്കിവിടെ. 85,000 വരുന്നു അയാളുടെ ക്യാപിറ്റൽ. ദെൻ ഷോർട്ടേജ് വന്നു. ദെൻ വാട്ട് അബൌട്ട് ബാലു? ബാലുവിന് 30,000 ആയിരുന്നു, ബാലുവിന് 35,000 ഉണ്ട്. സോ 5,000 രൂപ എക്സസ് വന്നു, കൂടുതൽ വന്നു. സോ അതിന്റെ ജേണൽ എൻട്രി എങ്ങനെ എഴുതും? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു അമൽസ് ക്യാപിറ്റൽ 5,000 രൂപ. ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ബൈ അമൽ. അമലിന് ഒരു 5,000 രൂപ ഷോർട്ടേജ് വന്നു, അതുകൊണ്ട് ക്യാഷ് ടു അമലായി. ദെൻ ബാലുവിന് എക്സസ് ആണ് വന്നത്. എക്സസ് ക്യാപിറ്റൽ വിഡ്രോൺ ബൈ ബാലു അല്ലെ. 35,000ന് 30,000 ഉണ്ടായിരുന്നു, 30,000 ഉള്ളായിരുന്നു. അപ്പൊ 5,000 രൂപ എന്ത് ചെയ്തു? എക്സസ് വന്നു അല്ലെ. സോ ബാലൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ. ഇങ്ങനെയാണ് ഇവിടുത്തെ ജേണൽ എൻട്രി വരുന്നത്. ഓക്കെ ആണോ പറഞ്ഞത്? യെസ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഹു ഷെയർ ദ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. 3:2 എന്നുള്ള റേഷ്യോയിലാണ് ഇവരെ പ്രോഫിറ്റും ഷെയർ ചെയ്യുന്നത്. ഫോളോയിങ് ഈസ് their balance sheet as on 31st March 2024. ബാലൻസ് ഷീറ്റ് താഴെ തന്നിട്ടുണ്ട്. ദ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ക്യാപിറ്റൽസ് തന്നിട്ടുണ്ട്, ക്യാഷ്, ഡെപ്റ്റർ, സ്റ്റോക്ക്, ഫർണിച്ചർ. യു ഹാവ് ടു, ദ ക്വസ്റ്റൻ ഈസ് ദ ഫേം വാസ് ഡിസോൾവ്ഡ് ഓൺ March 31st, 2024. റിയലൈസ്ഡ് വാല്യൂ ഓഫ് ഓൾ അസറ്റ്സ് were. അസറ്റ്സ് റിയലൈസ്ഡ് വാല്യൂ 1,50,000 രൂപയും. ക്രെഡിറ്റേഴ്സ് were paid in full. ക്രെഡിറ്റേഴ്സ് ഫുൾ പേയ്മെന്റ് ആണ്. Then you have to prepare the realization account. 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുകയാണ് റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാലോ.
യെസ്, ഇതാ നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റേഴ്സ് എത്രയായിരുന്നു? 20,000 രൂപയായിരുന്നു അല്ലേ ക്രെഡിറ്റേഴ്സ്. ഇതാ ക്യാഷ് എന്ന് പറയുന്ന 20,000 രൂപയായിരുന്നു ക്രെഡിറ്റേഴ്സ് വരുന്നത്. ആ 20,000 രൂപ എന്ത് ചെയ്യുക? ക്രെഡിറ്റേഴ്സ് കാണിക്കുക. ദെൻ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നമ്മളോട് പറയുന്നുണ്ട് അസറ്റ്സ് റിയലൈസ് ചെയ്യുന്നത് 1,50,000 രൂപയാണ്. ഡയറക്റ്റ് ആയിട്ട് അത് എഴുതാം അല്ലെ. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ അസറ്റും ഡെപ്റ്റേഴ്സും സ്റ്റോക്കും ഫർണിച്ചറും ഇതെല്ലാം എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ദെൻ ക്യാഷ് ക്രെഡിറ്റേഴ്സ് ഫുള്ള് പേ ചെയ്യുമ്പോൾ 20,000. ദെൻ ഡിഫറൻസ് എടുക്കുക, ടോട്ടൽ ചെയ്യുക. ഡെബിറ്റും ക്രെഡിറ്റും ടോട്ടൽ ചെയ്ത് ഡിഫറൻസ് എടുക്കുമ്പോൾ എത്രയാണ് കിട്ടുക? 10,000 രൂപയുടെ ഡിഫറൻസ് വരും. ലോസ് ഓൺ റിയലൈസേഷൻ. ദെൻ അത് തമ്മിൽ 10,000 രണ്ട് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള എയ്ക്കും ബിക്കും റേഷ്യോ അനുസരിച്ച് എത്രയാണ് ഇവിടുത്തെ റേഷ്യോ വരുന്നത്? 3:2 ആണ്. 3:2 എന്ത് ചെയ്ത് കൊടുക്കുക? ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? 3 മാർക്കിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിയലൈസേഷൻ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ഞാൻ ഇവിടെ എഴുതി ഒപ്പിട്ട് തരാം. ഈ 200% ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, ദെൻ 16th നോക്കാം. Mahesh, Riaz and Jacob are partners in a firm. Mahesh retires from the firm at the beginning of financial year 2020 to 2021. 2020 to 2021 മഹേഷ് എന്ത് ചെയ്യാണ്? ഫേമിൽ നിന്ന് റിട്ടയർ ആവുകയാണ് അല്ലേ. ഓൺ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് 40,000 ബിക്കംസ് ഡ്യൂ ടു ഹിം. അയാൾക്ക് ഒരു 40,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട് റിട്ടയർ ആവുന്ന ടൈമിൽ അല്ലേ. റിയാസ് ആൻഡ് ജേക്കബ് പ്രോമിസസ് ടു പേ ഹിം ദി എമൗണ്ട് ഡ്യൂ ഇൻ 4 equal annual installments at the end of every year. എല്ലാ വർഷവും ഈ 40,000 രൂപ 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. 40,000 രൂപ കൊടുക്കാനുണ്ട്, 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തോളാം എന്ന് പറയുമ്പോൾ 40,000 ഡിവൈഡഡ് ബൈ 4 എത്ര രൂപ കൊടുക്കണം ഒരു വർഷം? 10,000 രൂപ വീതം കൊടുക്കണം അല്ലേ. പ്ലസ് ഇൻട്രസ്റ്റും 10,000 രൂപയും അതിനോടുകൂടി അതിൻ്റെ ആ വർഷത്തെ ഇൻട്രസ്റ്റും കൂടി വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ദെൻ due to in 4 equal installments at the end of every year together with the interest of 6%. 6% per annum ആണ് ഇൻട്രസ്റ്റ് പറയുന്നത്. The question is you have to prepare the Mahesh loan account for the 3 years. 3 yearsലേക്കുള്ള മഹേഷിന്റെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പൊ എല്ലാവരും വേഗം തന്നെ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? മഹേഷിന്റെ ലോൺ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞ് വളരെ സിമ്പിളായിട്ട് ചെയ്ത് പോവാ അല്ലേ. ഇവിടെ നോക്കാടാ ഒരു ഹിന്റ്. അപ്പൊ നമുക്കിപ്പോൾ തോന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡൗട്ട് വരും. ഏത് മെത്തേഡാണെന്നുള്ളത് ഡിമിനിഷിങ് ആണ് അല്ലേ. ഓൺ അൺപെയ്ഡ് ബാലൻസസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ ഇയറിലെ ബാലൻസ് എന്ത് ചെയ്ത് വരും? കുറഞ്ഞു വരും അല്ലെ. അൺപെയ്ഡ് ബാലൻസ് ആണ്. സോ ഇവിടെ നോക്കാം എങ്ങനെയാണത് ഡയറക്റ്റ് ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ ബൈ മഹേഷ് എന്ന് പറഞ്ഞ് എത്ര രൂപയാണ്? 40,000 രൂപയാണ് വരുന്നത് അല്ലെ. 40,000 റുപ്പീസ്. ഈ 40,000 റുപ്പീസിന് 40,000 രൂപയ്ക്ക് എന്ത് ചെയ്യണം? 6% ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. 6/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 2,400 കിട്ടും. 2,400 രൂപ കിട്ടും. ദെൻ ക്യാഷ് ആയിട്ട് ആ വർഷം നമ്മൾ 4 ഇൻസ്റ്റാൾമെന്റിൽ 10,000 വെച്ച് കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ ഇൻസ്റ്റാൾമെന്റും അല്ലെ. സോ 10,000 രൂപ ആ ക്യാഷും പ്ലസ് ഈ 2,400 രൂപ ഇൻട്രസ്റ്റും കൂടി ചേർത്ത് 12,400 രൂപ ആയിരം കൊടുക്കുക. അതേ കണ്ടോ 12,400. ദെൻ ടോട്ടൽ ചെയ്യുക. ഡിഫറൻസ് വരുന്നത് 30,000 റുപ്പീസ്. 30,000 രൂപയാണ് ഡിഫറൻസ് വരുന്നത്. ഇത് എന്ത് ചെയ്യുക? അൺപെയ്ഡ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ബ്രോഡ് ഡൗൺ ചെയ്യണം. അടുത്ത ഇയറിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുക. അതിന്റെ 6% കാണാം. 6% കാണുമ്പോൾ 1,800 കിട്ടും. ദെൻ ആ 1,800 പ്ലസ് 10,000 ചെയ്യുമ്പോൾ 11,800 കിട്ടും അല്ലെ. ആ ഇയർ കൊടുക്കേണ്ടത് 11,800. അതിന്റെ ഡിഫറൻസ് വരുന്നത് 20,000 രൂപ. 20,000 രൂപ. ദെൻ ഇത് അടുത്ത ഇയറിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുക. 20,000. അതിന്റെ 6% ഇൻട്രസ്റ്റ് 1,200. ദെൻ ആ വർഷം 10,000 രൂപ ക്യാഷ് പ്ലസ് 1,200 കൊടുക്കുമ്പോൾ 11,200 രൂപയാണ് ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ടത്. ബാലൻസ് ക്യാരി ഡൗൺ ഡിഫറൻസ് വരുന്നത് 10,000 രൂപയാണ്. ഓക്കെ, ടോട്ടൽ 21,200. ഇത്രയാണ് മഹേഷിന്റെ ലോൺ അക്കൗണ്ട് വരുന്നത്. നമ്മളോട് ഒരു 3 ഇയേഴ്സിന്റെ 3 ഇയേഴ്സിന്റെ മാത്രമേ പ്രിപ്പയർ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളൂ. 4 ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിലും 3 ഇയേഴ്സിന്റെ ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഹന്ന ആൻഡ് പ്രിയ were partners in a firm sharing profits and losses in the ratio of 4:3. They admitted Ramya as a new partner for 1/8 share. Ramya bought 30,000 for capital. 30,000 രൂപ ക്യാപിറ്റൽ ആയിട്ടും and for 10,500 for his share of goodwill. 10,500 her share of goodwill, not her share of goodwill ആണ്.
Goodwill appears in the books at the time of admission of Ramya were 35,000. യെസ്, അപ്പൊ ഇവിടെ രമ്യയുടെ അഡ്മിഷൻ ടൈമിൽ ബുക്സിലുള്ള ഗുഡ്വിൽ എത്രയാണ്? 35,000 രൂപയുടെ ഗുഡ്വില്ലാണുള്ളത്. എത്രയാണ്? 35,000 രൂപയുടെ ഗുഡ്വില്ലാണ്. ഓക്കെ, ഇവിടെയും നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ജേണൽ എൻട്രീസ് എഴുതാനാണ് ക്വസ്റ്റൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ 35,000 റുപ്പീസ് എന്ന് പറയുന്ന ഗുഡ്വിൽ എന്ത് ചെയ്യുക? റൈറ്റ് ഓഫ് ചെയ്യണം അല്ലെ. ഈ ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ ജേണൽ എൻട്രി പ്രൊവൈഡ് ചെയ്യേണ്ടത്. യെസ്, അപ്പൊ നോക്കാം, ഇവിടെ നമുക്ക് 35,000 അവരുടെ ഗുഡ്വിൽ നമ്മളിവിടെ 2 പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഹന്നയ്ക്കും പ്രിയയ്ക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 35,000 എത്രയാണ് വരുന്നത്? 4:3 അല്ലേ? എത്രയാണ്? 4:3 ഹന്നയ്ക്ക് 20,000ഉം പ്രിയയ്ക്ക് 15ഉം കൊടുക്കുക. അപ്പൊ എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ റിട്ടേൺ ഓഫ്. നിലവിലുണ്ടായിരുന്ന 35,000 രൂപ ഗുഡ്വിൽ നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ദെൻ അടുത്തത് ക്യാപിറ്റലും പ്രീമിയവും ആര് കൊണ്ടുവരുന്നുണ്ട്? രമ്യ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. ക്യാഷ് ആയിട്ട് 40,500 ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രമ്യാസ് ക്യാപിറ്റൽ 30,000 രൂപ ക്യാഷ് കൂടി. അതേപോലെ തന്നെ രമ്യയുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. സെയിം ടൈം പ്രീമിയം ഓഫ് ഗുഡ്വിൽ 10,500. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താണ് 40,500 ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ നരേഷൻ എന്താ വരാ? ക്യാപിറ്റൽ ആൻഡ് പ്രീമിയം ഫോർ ഗുഡ്വിൽ ബ്രോട്ട് ഇൻ ബൈ ദ രമ്യ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ രമ്യ കൊണ്ടുവന്നത്. ഓക്കെ, ബ്രോട്ട് ഇൻ ചെയ്തത്. അടുത്ത് നോക്കാടാ, പ്രീമിയം ഓഫ് ഗുഡ്വിൽ ഈ കണ്ടുപിടിച്ച പ്രീമിയം ഓഫ് ഗുഡ്വിൽ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച 10,500 അല്ലെങ്കിൽ രമ്യ കൊണ്ടുവന്ന 10,500 എന്ന് പറയുന്ന ഈ ഗുഡ്വില് പാർട്ട്നേഴ്സിന് എന്ത് ചെയ്ത് കൊടുക്കണം? ഷെയർ ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്? ഇൻ ദെയർ സാക്രിഫൈസിങ് റേഷ്യോ. അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിലാണ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കാം, 4:3 എന്ന് പറയുന്നുണ്ട്. നമ്മളിവിടെ സാക്രിഫൈസിങ് റേഷ്യോ ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളോട് 2 പാർട്ട്നേഴ്സും അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോയും പുതിയ പാർട്ട്ണറിന്റെ ഷെയറും മാത്രം തരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് അവരുടെ ഓൾഡ് റേഷ്യോ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സാക്രിഫൈസിങ് റേഷ്യോ തന്നെയാണ് ഓൾഡ് റേഷ്യോ എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കാം, ഈ 10,500 ഈ പറഞ്ഞ 4:3 2 പാർട്ട്നേഴ്സിനും കൊടുക്കുക. 6,000ഉം 4,500ഉം. വെരി 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 സിമ്പിൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നിനും ഓരോ മാർക്ക് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ഇതുവരെ സെറ്റ് ആണെങ്കിൽ സെറ്റാണ് മിസ് ചെയ്യുന്നൊന്ന് റെസ്പോണ്ട് ചെയ്യാട്ടോ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ഓക്കെ ആണ്, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സെറ്റ് എന്ന് കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെക്ഷനിൽ അല്ലെങ്കിൽ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പോർഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് അക്കൗണ്ടൻസിയിലെ 6 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എസ്എ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. നോക്കാം, ആൻസർ എനി 2 ക്വസ്റ്റ്യൻ ഫ്രം 18 to 20, 18, 19, 20 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഓക്കെ, 12 മാർക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 6 2s are 12 അല്ലെ. അപ്പൊ ഇവിടെ നോക്കാം, എ ആൻഡ് ബി ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. എയും ബിയും എന്ന് പറയുന്ന പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുന്നത് 2:1 എന്നുള്ള റേഷ്യോയിലാണ്. എത്രയാണ്? 2:1 എന്നുള്ള റേഷ്യോയിലാണ്. They decided to admit C as the new partner with 1/4 share in profit. എത്ര ഷെയർ ആണ്? 1/4 ഷെയർ ആണ്. C agrees to bring 40,000 as capital. C 40,000 രൂപ ക്യാപിറ്റൽ ആയിട്ട് ബ്രിങ് ചെയ്യുന്നുണ്ട്. The abstracts of firms books of accounts before C's admission were as follows. നോക്കാം, ക്യാഷ് 20,000, ക്രെഡിറ്റേഴ്സ് 15, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ദെൻ ഇത് കൂടാതെ the following were agreed upon C's admission. Cയുടെ അഡ്മിഷനിൽ എഗ്രീഡ് ചെയ്തിട്ടുള്ള ബാക്കി കുറച്ച് കണ്ടീഷൻസ് കൂടി നമുക്ക് വായിക്കാം. Provisions required for doubtful debt 5%. Then stock is revalued. Actually സ്റ്റോക്ക് എത്രയായിരുന്നു? സ്റ്റോക്കിന്റെ എമൗണ്ട് ഇതാ ഇവിടെ നോക്കാം, ക്വസ്റ്റ്യനിൽ നോക്കാം. സ്റ്റോക്കിന്റെ എമൗണ്ട് എത്രയായിരുന്നു? 35,000, 35,000 രൂപയായിരുന്നു സ്റ്റോക്കിന്റെ എമൗണ്ട്. അത് റീവാല്യൂ ചെയ്തപ്പോൾ 40,000 രൂപയുണ്ട്. ദെൻ ഫർണിച്ചർ ഡിപ്രീസിയേറ്റഡ്. ഡിപ്രീസിയേറ്റ് ആവാന്ന് പറഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ അല്ലെങ്കിൽ റിഡ്യൂസിങ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ് 10%. റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആണ് അല്ലേ. The question is you have to prepare the revaluation account. Revaluation account prepare ചെയ്യണം. അതേപോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ആൻഡ് ദ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം. റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേമിന്റെ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റും കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ. ബാലൻസ് ഷീറ്റ് ഓഫ് ദി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം. യെസ്, അപ്പൊ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താലോ? യെസ്, നോക്കാം.
റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ കാണിച്ചിരുന്നത്? ഡെബിറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സ് പ്രൊവിഷൻ വരുന്നുണ്ടല്ലേ, ഒരു 1200 രൂപ. ഫർണിച്ചർ ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്, ഇതാ 10%. എത്ര രൂപ ഫർണിച്ചറിന് വിലയുണ്ടായിരുന്നു? 20,000 രൂപ വിലയുള്ള ഫർണിച്ചറിന് 10% ഡിപ്രീസിയേഷൻ വന്നു. 20,000ന്റെ 10/100 എത്ര കിട്ടി? 2,000 രൂപ വന്നു. കണ്ടോ, 2,000 രൂപ. അടുത്തത് അപ്പുറത്ത് സ്റ്റോക്ക് 5,000 രൂപ അല്ലേ, എത്രയായിരുന്നു? 35,000 രൂപയുള്ളത് എത്രയായിട്ട് മാറി? ഇവിടെ നോക്കാം, എത്രയായിട്ട് മാറുന്നേ? 40 ആയിട്ടാണ് മാറുന്നത്. സോ ഒരു 5,000 ഡിഫറൻസ് വരും. ടോട്ടലി റിവാലുവേഷൻ പ്രോഫിറ്റ് ആണ് 1,800 രൂപ. ഇത് എയും ബിയും എന്ന് പറയുന്ന പാർട്ട്നേഴ്സിനിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക 1,200ഉം 600ഉം. സെറ്റ് ആണല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു റിവാലുവേഷൻ അക്കൗണ്ട് ആയിരുന്നു. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം അല്ലെ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഓപ്പണിംഗ് ബാലൻസ് 50,000, 40,000. ദെൻ സി വരുന്ന ക്യാഷ് കൊണ്ടുവരുന്ന 40,000 വേറെ. ദെൻ റിവാലുവേഷന്റെ പ്രോഫിറ്റ്, റിവാലുവേഷനിൽ വരുന്ന പ്രോഫിറ്റ് എത്രയായിരുന്നടാ? റിവാലുവേഷന്റെ പ്രോഫിറ്റ് ഇതാ നേരത്തെ നമ്മൾ കണ്ടുവെച്ചല്ലോ. റിവാലുവേഷന്റെ പ്രോഫിറ്റ് 1,200ഉം 600ഉം ആയിരുന്നു. അപ്പൊ റിവാലുവേഷൻ പ്രോഫിറ്റ് 1,200, 600. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്യുമുലേറ്റഡ് 4,200, 4,000, 200 കേട്ടോ. ദെൻ ടോട്ടലി ഡിഫറൻസ് വരുന്നത് 47,200ഉം 38,600. ദെൻ 40,000. ഇത്രയാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. ബാലൻസ് ക്യാരി ഡൗൺ. ഈ പറഞ്ഞ ടോട്ടലും ഈ പറഞ്ഞ ഡിഫറൻസും തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള കാര്യം എല്ലാവരും ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ ആ ഫേമിന്റെ തന്നെ ബാലൻസ് ഷീറ്റും കൂടി പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. ക്യാഷ് 2,000 പ്ലസ് 40,000, സോറി 2,000 അല്ല, 20,000 പ്ലസ് 40,000, 60,000 വരുന്നുണ്ട്. ഡെപ്റ്റേഴ്സിൽ നിന്ന് 1,200 പ്രൊവിഷൻ കുറച്ച് 22,800. സ്റ്റോക്ക് 40,000 ആയിട്ട് റീവാല്യൂ ചെയ്തു. ഫർണിച്ചർ 2,000 രൂപ ഡിപ്രീസിയേഷൻ സംഭവിച്ചു, 18,000 രൂപ. ക്രെഡിറ്റേഴ്സ് 18,000. ദെൻ ടോട്ടലി ഡിഫറൻസ് വരുന്നത് 1,25,800 വരും. ദെൻ ഇത് ഈ 3 പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ABC-ക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന 6 മാർക്കിന്റെ. വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിവാലുവേഷൻ അക്കൗണ്ടും അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ദെൻ അതിനെ കണക്ട് ചെയ്ത് വരുന്നൊരു ബാലൻസ് ഷീറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാ? ഒന്ന് തമ്പാണിച്ചേ, ഉഷാറായിട്ടൊന്ന് തമ്പാണിച്ചേ. യെസ്, തെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 6 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻ തന്നിട്ട് 2 എണ്ണം അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞതിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. ഓക്കെ, യെസ്. 19th question എന്താ നോക്കാം. മധു, പത്മ ആൻഡ് ലീല ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1. Padma retires and her share is taken up by Madhu and Leela in the ratio of 3:2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. In the ratio of 3:2. Calculate നോക്കുക. Calculate the no profit sharing ratio. Question A നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? No profit sharing ratio compute ചെയ്യുക. Then B, Amal, Vimal and Kamal were partners in a firm sharing profits and losses in the ratio of their capitals. Their balance sheet as on March 31st, 2024 was under. കണ്ടോ, March 31st, 2024 അവരുടെ ബാലൻസ് ഷീറ്റ് ഇതാ താഴെ തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ്, ജനറൽ റിസർവ് എല്ലാം ഉണ്ട്. ഇവിടെ അസറ്റ്സ് എല്ലാം ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. ഈ പറഞ്ഞ മധു, പത്മ ആൻഡ് ലീല. ഇവിടെ ബി സെക്ഷൻ നോക്കാടാ. Amal, Vimal and Kamal were the partners in a firm sharing profits and losses in the ratio of their capitals എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? Vimal died on July 31st, 2024 under the terms of partnership deed. The executors of deceased partner was entitled to number 1, amount standing to the credit of the partner's capital account. Then interest on capital 8% provide ചെയ്യുക. Accumulated share of accumulated profits or losses. Then share of goodwill on the basis of 4 years purchase of average profit of the past 3 years profit. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കമ്പ്യൂട്ടേഷൻ വരുന്നുണ്ട്. ഗുഡ്വില് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 4 years purchase of the average of past 3 yearsന്റെ ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. Then അടുത്ത് നോക്കാം. Share of profits from closing date of the last financial year to the date of death on the basis of last year's profit. Then profit for the year ending തന്നിട്ടുണ്ട്. March 31st, 2022, 2023, 24 തന്നിട്ടുണ്ട്. 12,000, 14,000 and 16,000. You have to prepare the Vimal's capital account. നിങ്ങളിവിടെ എന്താ ചെയ്യേണ്ടത്? വിമലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്
പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് ഡെത്ത് സംഭവിച്ച പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ന്യൂ റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനായിരുന്നു. കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ, മധുസ് ഗെയിൻ ആൻഡ് ലീലാസ് ഗെയിൻ തന്നിട്ടുണ്ട്. 6/30, 4/30 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ. 2/6നെ 3/5 കൊണ്ടും 2/5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദെൻ ന്യൂ റേഷ്യോ ഓൾഡ് റേഷ്യോ പ്ലസ് ഗെയിനിങ് റേഷ്യോ ചെയ്താൽ മതി അല്ലെ. ന്യൂ റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ പ്ലസ് ഗെയിനിങ് റേഷ്യോ. അപ്പൊ മധുവിന്റെ ന്യൂ റേഷ്യോ വരുന്നത് 21/30യും ലീലയുടെ 9/30 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 21:9. അതിനെ 7/3 എന്ന് നമുക്ക് പറയാം. ന്യൂ റേഷ്യോ വിൽ ബി 7:3 ആണ്. 7/3 അല്ല, 7:3 ആണ്. ഇനി ഇതിൽ നിന്ന് അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വിമലിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 30,000 രൂപ ഓപ്പണിംഗ് ബാലൻസ് വരുന്നുണ്ട് അല്ലെ. 30,000 റുപ്പീസ് ഓപ്പണിംഗ് ബാലൻസും ജനറൽ റിസർവ് ഇൻട്രസ്റ്റ് 7,500 വരുന്നുണ്ട്. ജനറൽ റിസർവ് ഇൻട്രസ്റ്റ് നെക്സ്റ്റ് ആണ്. ജനറൽ റിസർവ് 7,500ഉം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8,000ഉം ഗുഡ് വില് 21,000ഉം വരുന്നുണ്ട് അല്ലെ. പ്രോഫിറ്റ് ഓർ ലോസ് സസ്പെൻസ് 2,000. ദെൻ ഇവിടെ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് 55,300ഉം പ്രോഫിറ്റ് ആൻഡ് ലോസ് 6,000ഉം ടോട്ടൽ 61,300 എന്നുള്ള രീതിയിൽ വരും. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ വർക്കിംഗ് നോട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കാം, 30,000ന്റെ 8% 4/12 മാസം കണക്കിൽ 800 വരും. ഗുഡ് വില് 12,000 പ്ലസ് 14,000 പ്ലസ് 16,000 ഡിവൈഡഡ് ബൈ 3. ദെൻ 4 ഇയേഴ്സ് പർച്ചേസ് ആണ്. സോ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 56,000 കിട്ടും. വിമലിന്റെ ഷെയർ ഓഫ് ഗുഡ് വില്ലും അതേപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്ററിംഗ് പ്രോഫിറ്റ് 2,000 കൂടി കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിമൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് സെറ്റ് ആണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലെവൽ ആയിട്ടുള്ളൊരു 6 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇരുന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ ഇതേപോലുള്ളത്. ദെൻ ഈ ഒരു സെക്ഷനിലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ അക്കൗണ്ടൻസിയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. Record the necessary journal entries in the following case at the time of dissolution of the partnership firm. Dissolution സംഭവിക്കുമ്പോൾ താഴെ പറയുന്ന ഓരോ ജേർണൽ എൻട്രീസും റെക്കോർഡ് ചെയ്ത് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കുക, പേയ്മെന്റ് ഓഫ് അൺറെക്കോർഡഡ് ലൈബിലിറ്റി. അൺറെക്കോർഡഡ് ലൈബിലിറ്റി പേയ്മെന്റിന്റെ ജേർണൽ എൻട്രി വരുന്നത് എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. എമൗണ്ട് ഇതാ ക്വസ്റ്റ്യനിൽ എമൗണ്ട് ഉണ്ടല്ലേ, 3,200 രൂപ. ഡയറക്റ്റ് ആയിട്ട് അത് എഴുതാം കേട്ടോ. അടുത്തത് സ്റ്റോക്ക് ടേക്കൺ ഓവർ ബൈ അനു. അനു ആണ് സ്റ്റോക്ക് എടുത്തിരിക്കുന്നത്. സോ അനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിയലൈസേഷൻ 7,500. ദെൻ എഗ്രീഡ് റെമ്യൂണറേഷൻ ഫോർ റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ റിയലൈസേഷൻ ടു ബിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർ എഗ്രീഡ് റെമ്യൂണറേഷൻ. എന്താണ് ഇവിടെ പറയുന്നത്? ബിനു എ പാർട്ട്ണർ took look after dissolution work for a remuneration of ₹10,000 rupees. He also agreed to bear the dissolution expenses. Actual expenses was amounting to ₹9,000 ആണ്. So നോക്കുക, then realization expense വരുമ്പോൾ ബിനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, actual expenses on realization 9,000. Then unrecorded assets വരുമ്പോൾ cash or bank account debtor to realization 5,500. Then പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ പാർട്ട്നേഴ്സിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഓരോ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള അനൂസ് ക്യാപിറ്റൽ, ബിനൂസ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ ക്രെഡിറ്റ് ചെയ്ത് ആ എമൗണ്ടും കൂടി കാണിക്കുക. ഇത്രയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് റിയലൈസേഷനിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണോ മക്കളെ? ഇത്രയാണ് അക്കൗണ്ടൻസിയുടെ സെക്ഷൻ. 60 മാർക്കിന്റെ സെക്ഷനിൽ നമ്മൾ 60 മാർക്കിന്റെ എക്സാമിൽ 40 മാർക്കിന്റെ അക്കൗണ്ടൻസി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് അല്ലേ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് 20 മാർക്കാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് വരുന്നത്. നോക്കുക, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനി 3 ഫ്രം 21 to 24 1 മാർക്കാണ് കേട്ടോ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. The function used for the preparation of loan repayment schedule. The most repeated question ആണ് അല്ലേ. എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. PMT ആണ് ഫംഗ്ഷൻ ആണ്. PMT ഫംഗ്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോൺ റീപേയ്മെന്റിന് ഉപയോഗിക്കുന്നത്. ദെൻ അടുത്തത്, which of the following is not a system generated ledger account? System generated ledger account in ജിനുകാട്ടയിൽ സിസ്റ്റം ജനറേറ്റഡ് അല്ലാത്ത ഒരു ലെഡ്ജർ അക്കൗണ്ട് പറയാൻ പറഞ്ഞ ഏതാണ്? ക്യാഷ് അക്കൗണ്ട് ആണ് സിസ്റ്റം ജനറേറ്റഡ് അല്ലാത്തത് കേട്ടോ. അടുത്തത്, data will be saved in encrypted form to ensure its security. Name the security feature of CAS referred in the given statement. CAS for computerized accounting systemത്തിലെ ഒരു സെക്യൂരിറ്റി ഫീച്ചർ ഈ പറഞ്ഞതിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഡാറ്റ വോൾട്ട് ആണ്. ഏതാണ്? ഡാറ്റ വോൾട്ട് ആണ്. അടുത്ത് നോക്കാടാ, ദ റിസൾട്ട് ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് റൗണ്ട് അപ്പ് ഇവിടെ -2 വരുമ്പോൾ ഇതിനെങ്ങനെയാണ് റൗണ്ട് അപ്പ് ചെയ്യേണ്ടത്? ഇതാ നോക്കാം, 2,400 അല്ലേ ലാസ്റ്റ് വരുന്ന
49 എന്നുള്ളതിന് നമ്മൾ റൗണ്ട് അപ്പ് ചെയ്ത് 2400 ആയിട്ട് നമുക്ക് റൗണ്ട് അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 25 to 29 ഈച്ച് ക്യാരി 2 മാർക്ക്. ഫസ്റ്റ് വൺ നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടെക്സ്റ്റ് ഫംഗ്ഷൻസ് അവൈലബിൾ ഇൻ ദ ലിബർ ഓഫീസ് കാൽക്. എന്താണ് ടെക്സ്റ്റ് ഫംഗ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. ദ ടെക്സ്റ്റ് ഫംഗ്ഷൻ ഇൻ ലിബർ, ദ ടെക്സ്റ്റ്, ദിസ് ഫംഗ്ഷൻ കൺവേർട്സ് ന്യൂമറിക് വാല്യൂ ഇൻ ടു ടെക്സ്റ്റ്. ന്യൂമറിക് വാല്യൂവിനെ ടെക്സ്റ്റ് ആയിട്ട് മാറ്റുന്നു. Then concatenate എന്തിനാണ്? join 2 or more strings അല്ലേ, രണ്ടോ അതിൽ കൂടുതലോ സ്ട്രിങ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. Then അടുത്തത് briefly describe the steps to create a chart in LibreOffice Calc. ഏതൊക്കെയാണ് ആ സ്റ്റെപ്സ് നോക്കാം. ഡാറ്റ എൻട്രി, ആദ്യം ഡാറ്റ എൻട്രി ചെയ്യണം, then ഡാറ്റ സെലക്ട് ചെയ്യണം, then plotting the chart, ചാർട്ട് പ്ലോട്ട് ചെയ്യണം, then ഡാറ്റ റേഞ്ച് ചെയ്യണം, then click on ഫിനിഷ്. ഇത്രയാണ് അതിൽ വരുന്ന സ്റ്റെപ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കണം കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് സ്റ്റേറ്റ് ഇനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ചാർട്ട് ആൻഡ് ഗ്രാഫ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഏതെങ്കിലും രണ്ടെണ്ണേ പറയുന്നുള്ളൂ. വിഷ്വലി അപ്പീലിംഗ്, ഈസി ടു റീഡ് ദ ഡാറ്റ, ക്വിക്ക് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ വിത്ത് എ ലിറ്റിൽ ടൈം. വളരെ ക്വിക്കായിട്ട് അനാലിസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും സാധിക്കുന്നു. ടു നോ ദ ട്രെൻഡ്സ് ഈസിലി, to grasp the data quickly, a large volume of information can be expected through the charts easily. Any two, ഏതെങ്കിലും രണ്ടെണ്ണം മതി കേട്ടോ. Then specify the account group suitable for the following ledger accounts in GNU-Kata. ഈ പറയുന്ന അക്കൗണ്ട് ഗ്രൂപ്പ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നോക്കാം. ലെഡ്ജർ അക്കൗണ്ട്സ് അവിടെ തന്നിട്ടുണ്ട്. പർച്ചേസ് റിസീവ്ഡ്, ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, സൺട്രി ഡെപ്റ്റേഴ്സ്. പർച്ചേസ് റിസീവ്ഡ് എന്നൊരു ഇതില്ല കേട്ടോ, പർച്ചേസസ്. ഓക്കെ, അപ്പൊ നോക്കാം. പർച്ചേസസ് എന്ത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ നമുക്കൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് കേട്ടോ, ഇവിടെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് വരും. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻകം ആണ് അല്ലേ, ഇൻഡയറക്റ്റ് ഇൻകം ആണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ദെൻ സൺട്രി ഡെപ്റ്റേഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കറണ്ട് അസറ്റ്. സോ അത് വരുന്ന ഗ്രൂപ്പ് കറണ്ട് അസറ്റ് ആണ്. ഓക്കെ, ഇത്രയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണല്ലോ. കംപ്ലീറ്റ് ദ പേറോൾ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ബൈ റൈറ്റിംഗ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് ദം. DA gross pay, total deduction, then D net pay of Agil if DA is 10% of basic pay. ദേ ഇവിടെ ഒരു പേറോൾ തന്നിട്ടുണ്ട്, ഇത് വെച്ച് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. DA എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? DA ഈക്വൽസ് എങ്ങനെയാണ് വരുന്നത്? യെസ് നോക്കാം. ഗ്രോസ് പേ, DA ഈക്വൽ ബേസിക് പേ ഇൻറ്റു 10% ആണ് അല്ലേ. ബേസിക് പേ ഇവിടെ നോക്കാം, സെല്ലിൽ C3 എന്ന് പറയുന്ന സെല്ല്, C3നെ 10% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കറക്റ്റ് എഴുതണം. സെല്ല് ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓരോ ഇക്വേഷനും DA കണ്ടുപിടിക്കാനായിട്ട്, DRNS 11 കണ്ടുപിടിക്കാൻ ബേസിക് പേനെ 10% കമ്പ്യൂട്ട് ചെയ്യുക. സെല്ലിലേക്ക് വരുമ്പോൾ ഏത് സെല്ലാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതും കൃത്യമായിട്ട് എഴുതണം. ഗ്രോസ് പേ ആവുമ്പോൾ ബേസിക് പേ പ്ലസ് DA പ്ലസ് CCA. ഇവിടെ വരുമ്പോൾ C3, D3, E3. ആ പേറോൾ നോക്കിക്കഴിഞ്ഞ് സെലക്ട് ചെയ്യേണ്ട സെല്ലും കൂടി സെലക്ട് ചെയ്യുക. ദെൻ ടോട്ടൽ ഡിഡക്ഷനിൽ PFും TDSും കൂടി ആഡ് ചെയ്യാണ്. ഇവിടെ സെല്ല് വരുന്നത് F3 പ്ലസ് G3 ആണ്. നെറ്റ് പേ കണ്ടുപിടിക്കാൻ ഗ്രോസ് പേയിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻസ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ദെൻ H3 മൈനസ് I3. ഇത്രയാണ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന്, അതുകൊണ്ട് ആരും തെറ്റിക്കരുത് കേട്ടോ. ദെൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ CAS. CASൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് കോഡ്സ് ഏതൊക്കെയാണ്? സീക്വൻഷ്യൽ കോഡ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ദെൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതാ ഇവിടെ നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ പ്രൈമറിലി അപ്ലൈഡ് ഇൻ ദ സോഴ്സ് ഡോക്യുമെന്റ് ആയിട്ടുള്ള ഇൻവോയ്സ്, ചെക്സ് പോലുള്ള സോഴ്സ് ഡോക്യുമെന്റിൽ ഉപയോഗിക്കാറുണ്ട്. അടുത്ത ബ്ലോക്ക് കോഡ്. In block code, a range of numbers partitioned into described number of subrange. Each subrange is allotted to a specific group എന്നുള്ളത്. അടുത്തത് നിമോണിക് കോഡ്സ്. ഇങ്ങനെ 3 എണ്ണം നമുക്ക് വേണമെങ്കിൽ എഴുതാം, എഴുതാം. അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കാം കേട്ടോ. ഓക്കെ, ദെൻ 31 നോക്കാടാ. ലിസ്റ്റ് ഔട്ട് the various data entry options available in LibreOffice Calc to input the data into a worksheet. എന്തൊക്കെയാണ് ഡിഫറെന്റ് ഡാറ്റ എൻട്രി ഓപ്ഷൻസ് അവൈലബിൾ നോക്കാം. നമ്പർ 1, ഡയറക്റ്റ് ഡാറ്റ എൻട്രി യൂസിങ് ദ കീബോർഡ് ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യുക. ദെൻ ഡാറ്റ ഫിൽ ഓപ്ഷൻ ഉണ്ട്. ദെൻ ഇമ്പോർട്ട് ഡാറ്റ ഫ്രം ദി അതർ സോഴ്സസ്, മറ്റ് സോഴ്സുകളിൽ നിന്ന് ഡാറ്റ എന്ത് ചെയ്യുക? ഇമ്പോർട്ട് ചെയ്യുക അല്ലേ. ദെൻ അടുത്ത് നോക്കാം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഫംഗ്ഷൻ ആൻഡ് ഫോർമുല ഇൻ സ്പ്രെഡ്ഷീറ്റ്. ഫംഗ്ഷൻ എന്താണ്?
A function is a preset formula which can be written directly into the cell ആണ്. Preset ആണ്. Then some examples are given below. Sum, average ഇതൊക്കെ ഓൾറെഡി നമ്മൾ പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബട്ട് ഫോർമുലാസ് ആർ ദ സെൽഫ് ഡിഫൈൻഡ് ഇൻസ്ട്രക്ഷൻ. അതെങ്ങനെയാണ്? സെൽഫ് ഡിഫൈൻ ചെയ്യുന്നതാണ്. entered in self for performing the calculation. Formula should be begin with an equal sign. Equal sign ആയിരിക്കും. After entering the formula in a cell, we can see only the result of formula in the cell. To see the formula again, we have to double click on the cell. അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ സെൽ ആൻഡ് സീ ദ ഫോർമുല ബാർ ഓൺ ദ ടോപ്പ് ഓഫ് ദി വിൻഡോ. ആ ഒരു പ്രൊസീജിയർ എഴുതാം. Yes. Then fill in the blanks as per the hints given below. താഴെ തന്നിരിക്കുന്ന ഹിന്റ് വെച്ച് ഒന്ന് എഴുതിയടാ. Deposited into bank. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. കോൺട്രാ വൗച്ചർ ആണ്. ഫംഗ്ഷൻ കീ F8 ആണ്. Wages paid by check. എൻട്രി എങ്ങനെ വരും? Wages account debtor to bank വരും. വൗച്ചർ പേയ്മെന്റ് ആണ്. ഫംഗ്ഷൻ കീ ഏതാണ്? F5 ആണ്. F5 ഫിൽ ചെയ്യണം. ബാങ്കും ഫിൽ ചെയ്യണം. അടുത്തത് ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഹാരിഷ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഫർണിച്ചർ പർച്ചേസ്ഡ് ഫ്രം ഹരീസ് ട്രേഡേഴ്സ് ഓൺ ക്രെഡിറ്റ് എന്നുള്ളതാണ് അല്ലേ. അതെന്താണ്? വൗച്ചർ വരുന്ന ജേണൽ ആണ്. ഫംഗ്ഷൻ കീ F9 ആണ്. സോൾഡ് ഗുഡ്സ് ടു ബിനു. ബിനുവിന് ഗുഡ്സ് സോൾഡ് ചെയ്യുമ്പോൾ ബിനു അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് ആണ്. വൗച്ചർ ഏതാണ്? സെയിൽസ് വൗച്ചർ ആണ്. ഫംഗ്ഷൻ കീ വരുന്നത് F6 ആണ്. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Anandu, a +1 commerce student, created a database for his class with 2 tables in LibreOffice base, but he is unaware as how to connect them. Explain the steps he should take to create a relationship with these tables. ഏതൊക്കെയാണ് steps to create the relationship among the tables? Create 2 or more tables in the database. Tool, relationship, then എന്ത് ചെയ്യണം? ഈ ഒരു ഫോർമാറ്റിൽ അങ്ങ് എടുക്കാം കേട്ടോ. 2 or more tables in database ടൂൾസിൽ റിലേഷൻഷിപ്പിൽ ആഡ് ടേബിൾസ് ടു മേക്ക് ദ റിലേഷൻഷിപ്പ്. ദെൻ ക്രിയേറ്റ് റിലേഷൻഷിപ്പ് ബൈ ഡ്രാഗിങ് ദ ഫീൽഡ്സ് ബിറ്റ്വീൻ ദ 2 ടേബിൾസ്. ഇപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ലാബിലിരുന്ന് ചെയ്ത ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്ത് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. നമ്മൾ കൃത്യമായിട്ട് ലാബിലിരുന്ന് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ സ്റ്റെപ്സ് ഒക്കെ ഈസി ആയിട്ട് ആ റിലേഷൻഷിപ്പ് ഒക്കെ എഴുതാൻ പറ്റും കേട്ടോ. Then relationship means the connection among the different tables in database. ഡാറ്റാബേസിലെ ഡിഫറെന്റ് ടേബിൾസ് തമ്മിലുള്ള കണക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലേഷൻഷിപ്പുകൾ എന്ന് വിളിക്കുന്നത്. When this connection is established, it is called RDBMS, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് ഈ കണക്ഷനെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇതും കൂടി ഒന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ ആണോ പറഞ്ഞ കാര്യങ്ങൾ? യെസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടൻസി 2025 മെയിൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും മൈൻഡിൽ ശ്രദ്ധിക്കുക വെക്കുക. ദെൻ നിങ്ങൾ ഫസ്റ്റ് മുതൽ ഇത്ര വരെ ചെയ്തതിൽ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും വേഗം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒക്കെ അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ബൈ.